രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല അടിപൊളി മഴ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്ത് കളയാന്നേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണേ ഇത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. ഞാൻ ഇടുന്നുണ്ട്, ഇടയ്ക്ക് ഉച്ചയൂണിൻ്റെ ഇടും, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൻ്റെ ഇടും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെസിപ്പിയുടെ ഇടും. അല്ലാതെ ഉള്ള വ്ളോഗ്സോ ഷോർട്സോ ഒന്നും ഞാൻ ഇടുന്നില്ല. കാര്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെ ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തായിരുന്നു. എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാനെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ, അത്ര. പിന്നെ ഉച്ചയോണ് ഞാൻ എന്നും ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തോളൂ. കാണുന്നവർ തന്നെ എന്തോ വിചാരിക്കും, ഇവളെന്നും ഈ ഉച്ചയോണും കൊണ്ട് വരുമെന്ന് വിചാരിച്ച്. നിങ്ങളെ വെറുതെ മടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയോണ് എടുത്തോളേ. അപ്പോൾ നമുക്ക് രാവിലത്തേന് ദോശയും കടലക്കറിയായിരുന്നേ. ഞാൻ ചില സമയത്ത് കടല വേവിക്കുമ്പം കൊച്ചുള്ളി അതിൻ്റെ കൂടെ തന്നെ ഇട്ടങ്ങ് വേവിച്ചങ്ങ് എടുക്കും. ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അപ്പം കടല അങ്ങ് ആദ്യമേ വേവിക്കാൻ വെച്ച് അതിന് ശേഷമാണ് കൊച്ചുള്ളിയും സവോളയൊക്കെ വൃത്തിയാക്കി എടുത്തത്. പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇടയ്ക്ക് ഒരിച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയും പിന്നെ നോക്കിയപ്പോഴത്തേന് നമുക്ക് കറിവേപ്പില ഇല്ലായിരുന്നു. പിന്നെ പുറത്ത് നല്ലൊരു കറിവേപ്പില മരമായിരുന്നേ. നമുക്ക് ഈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ തീക്കാറ്റെന്ന് പറഞ്ഞ് കടപ്പുറത്ത് നിന്ന് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ അത്രയും കരിഞ്ഞു പോകും. അപ്പോൾ ആ തീക്കാറ്റടിച്ചപ്പോഴത്തേന് കറിവേപ്പിലയും കുറേ കാന്താരി ഉണ്ടായിരുന്നു, അതെല്ലാം നല്ലതുപോലെ കരിഞ്ഞു പോയി. പിന്നെ മഴയായപ്പോഴെല്ലാം പൊട്ടിക്കളിച്ച് വന്നത്. പിന്നെ ഞാൻ പുറത്ത് പോയി കുറച്ച് കറിവേപ്പില പൊട്ടി വരുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് പിച്ചിയെടുത്ത് പിന്നെ കടലക്കറിക്കകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി വഴറ്റിയതെല്ലാം ഉണ്ടല്ലോ, അതും ഇട്ട് ഒരു പകുതി തക്കാളിയും ഇട്ട് കൊടുക്കുകയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കടലയിലോട്ടങ്ങ് തട്ടിയിട്ട് കൊടുക്കുകയാണേ. പിന്നെ ചില സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കും, ചില സമയത്ത് തേങ്ങാപ്പാൽ ഒഴിക്കത്തില്ല. ഇന്നിപ്പോൾ സമയമില്ല, നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല കേട്ടോ. പിന്നെ ദോശമാവ്, ഇത് മേടിച്ച ദോശമാവ് രാവിലെ ഇച്ചാൽ മേടിച്ചുകൊണ്ട് തന്നെയാണേ. ഞാൻ ആട്ടിയെടുക്കുകയോ ചെയ്യുന്നത്. വല്ലപ്പോഴും എങ്ങാനും ഒട്ടും നമുക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ദോശമാവ് കടയിൽ നിന്ന് മേടിക്കത്തുള്ളൂ. അപ്പത്തിൻ്റെ മാവ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ല കേട്ടോ. അപ്പത്തിൻ്റെ മാവ് എനിക്ക് കടയിൽ നിന്ന് മേടിച്ചാൽ അങ്ങോട്ട് സെറ്റായി വരത്തില്ല. അപ്പത്തിന് അരി പച്ചരി വീട്ടിൽ തന്നെ നമ്മൾ ആട്ടിയെടുത്താലേ എനിക്ക് കറക്റ്റായിട്ട് വെള്ളയപ്പം കിട്ടത്തുള്ളൂ. ഈ ദോശ എടുക്കുന്നത് ഇളയ മൂക്കാണേ. ഇളയാൾ രാവിലെ ക്ലാസ്സില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ അപ്പച്ചിയുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അപ്പച്ചിയുടെ മോളുണ്ട് ലിജി, അവളുമായിട്ട് ആ കൂട്ട് ഫുൾ ടൈം അവിടെ തന്നെ ക്ലാസ്സില്ലെങ്കിൽ. പിന്നെ ഞാൻ ദോശയും കടലക്കറി എടുത്ത് അവൾ വന്ന് വാങ്ങിച്ച് അവളെ കൊടുത്തങ്ങ് കിട്ടും. ലിജാൻ്റെ അനിയൻ്റെ മോനാണേ. ആൾ ക്ലാസ്സില്ലാത്ത ദിവസം ഉള്ള ദിവസം എല്ലാം ഇന്ന് ഇവിടെ തന്നെ കാണും. ക്ലാസ്സില്ലാത്ത ദിവസം വൈകുന്നേരം വരെ കാണും കേട്ടോ. വൈകിട്ട് അവർ വരുമ്പോഴാണ് വിളിച്ചിട്ട് പോകുന്നത്. ആൾക്ക് പനി ആയതുകൊണ്ട് ദോശയും കടലയും ഭയങ്കര പാട് കഴിക്കാൻ. ഞാൻ പിന്നെ കടപ്പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴാണ് ആളൊരു ദോശ കഴിച്ചത്. പിന്നെ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ദിയമോളാണെങ്കിൽ നല്ലപോലെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.